എല്ലാം അള്ള നോക്കിക്കോളും, അള്ള കാണുന്നുണ്ട്, ദൈവം കൊടുത്തോളും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിൻ്റെയൊക്കെ തെളിവുകൾ വേണമെങ്കിൽ ഞാൻ വിത്ത് പ്രൂഫ് ഞാൻ കൊണ്ടുവരാൻ, എനിക്ക് അതിനൊരു പ്രശ്നമില്ല. പിന്നെ അയ്യോ പൊത്തോന്ന് കിടന്ന് വിളിച്ചിട്ടോ നിലവിളിച്ചിട്ടോ കാര്യമില്ല. ഇതുവരെ നീയൊക്കെ കിടന്ന് കളിച്ചപ്പോൾ ഞാൻ ഇതിനകത്ത് ഇല്ലായിരുന്നു എന്ന് ഓർക്കണം. ഞാൻ അതിനകത്തായിരുന്നു, പലതും ഞാൻ അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. ഇപ്പം നീയൊക്കെ കളിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ ജീവനോടുണ്ട്, ഞാൻ ചാവുന്നവരിവിടെ കാണും. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ്സ് അറിയിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ വീഡിയോയിലായിട്ട് നേരിട്ട് വരാം. അപ്പൊ നമ്മുടെ എല്ലാം ഇടയിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിലും പൊതുവായിട്ട് സംസാര വിഷയമാണ് വോയിസ് മാഫിയയെ കുറിച്ച്. ഓക്കെ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അതിനെ തുടർന്ന് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാളുണ്ട് എന്നുള്ള രീതിയിൽ പലരായിട്ട് പിന്നെ റിവ്യൂ ചാനൽ ചെയ്യുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒരുപാട് പേര് ഇതിന്റെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല, കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്തെ ഒരു ന്യായം ഇതുവരെ കേൾക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ തന്നെയും പൊതുവായിട്ട് എല്ലാവരും കൂടി പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് വിവി എന്ന് പറയുന്ന വ്യക്തിയാണ്. വിവി ഹിയർ എന്ന ചാനലിലെ ആ വ്യക്തിയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഓരോരുത്തർക്കും പറയാനുള്ള ഓരോ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ ജാസ്മിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ അകത്ത് പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ടിനോടായിരുന്നു എൻ്റെ ഫാമിലി നോക്കാനും അല്ലെങ്കിൽ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഒരു 3-4 പേരെ ഏൽപ്പിച്ചിട്ടായിരുന്നു പോയത്. എൻ്റെ കുടുംബം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോകണേ. പിന്നെ ഒരു ഇന്റർവ്യൂ ആണെങ്കിലും എൻ്റെ ഫാമിലിയോട് ഞാൻ പറഞ്ഞിരുന്നു വേറെ ആർക്കും കൊടുക്കരുത്, ഇന്ന വ്യക്തിക്ക് മാത്രമേ കൊടുക്കാവൂ എന്നൊക്കെ. അവർ കുറേ കാശിനൊക്കെ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അതൊക്കെ ഞാൻ പിന്നെയാണ് അറിയുന്നത്, ഞാൻ പുറത്തിറങ്ങിയിട്ടാണ് അറിയുന്നത്. അതിനൊക്കെ ഉള്ളത് ദൈവം കൊടുത്തോളും, ഞാനൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ ചെയ്യാൻ നിന്നാൽ ഇപ്പോൾ എന്നെ ഇട്ട് കൊടുത്തത് തീക്കാണെങ്കിൽ ഞാൻ അങ്ങേയറ്റം ആളിക്കത്തുന്ന തീക്ക് അവരെ ഇട്ട് കൊടുക്കുന്നതിന് തുല്യമാവും. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ, നമ്മുടെ ബിഗ് ബോസ് ഷോയിലെ മത്സരാർത്ഥിയായ ജാസ്മിൻ ജാഫർ എല്ലാവർക്കും പരിചിതമായ ഒരു വ്യക്തിയാണ്. ജാസ്മിൻ ജാഫർ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ജാസ്മിൻ ജാഫറിന്റെ എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ യൂട്യൂബിലെ കാര്യമാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലെ കാര്യമാണെങ്കിലും ഫാമിലിയിലെ കാര്യമാണെങ്കിലും എല്ലാം ഏൽപ്പിച്ചിട്ട് പോയത് ഈ ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തി ആദ്യമത്തെ സമയങ്ങളിലൊക്കെ നല്ല രീതിയിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. പിന്നെ അത് തുടർന്ന് പിന്നെ അത് ഉൾട്ടയാവുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ജാസ്മിനെതിരായിട്ട് ഉള്ള വീഡിയോസും പിന്നെ ജാസ്മിൻ വിവാഹം കഴിക്കാൻ പോകുന്ന അഫ്സൽ എന്ന പയ്യനെ കുറിച്ചും പയ്യന് പറയാനുള്ളൂ. അങ്ങനെ അവരുമായിട്ട് കൂട്ടുപിടിച്ച് ജാസ്മിനെ ശരിക്കും മോശമാക്കുന്ന രീതിയിലൊരു വീഡിയോസ് ആണ് പിന്നെ പുള്ളിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. പിന്നെ കുറച്ച് തെറ്റൊക്കെ ജാസ്മിന്റെ ഭാഗത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ജാസ്മിനെ അത്ര വെളുപ്പിച്ച് ഞാനും കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, കാരണം വിവാഹം ഉറപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു വ്യക്തി ബിഗ് ബോസ് ഷോയ്ക്ക് അകത്ത് പോയിട്ട് മറ്റൊരാളുമായിട്ട് കോമ്പ പിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ തന്നെ അങ്ങനെ കുറെ വീഡിയോസ് ജാസ്മിനെ ശരിക്കും പറഞ്ഞാൽ ജാസ്മിന്റെ ചാനലിൽ തന്നെ പിടിച്ചെടുക്കാൻ നോക്കി എന്നാൽ രീതിയിലാണ് ജാസ്മിൻ സംസാരിക്കുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ വിശ്വസിച്ചിരുന്നത് ജാസ്മിന് കട്ട സപ്പോർട്ടായിട്ട് ഈ കൂട്ടുകാരൻ കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ ജാസ്മിന്റെ കാര്യങ്ങളെല്ലാം പുറത്ത് നന്നായിട്ട് നോക്കുന്നുണ്ടാവും എന്നുള്ള രീതിയിലായിരുന്നു. ശരിക്കും ജാസ്മിൻ ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പം ആ കുട്ടിക്ക് ശരിക്കും ഷോക്ക് ആവുകയാണ് ചെയ്തത് എല്ലാ കാര്യങ്ങളും. കാരണം ഒരുപാട് സൈബർ ആക്രമണമാണ് ആ കുട്ടിക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. കുറച്ച് ആ കൊച്ചിന്റെ കയ്യിലിരിപ്പോണ്ട് തന്നെയാണ് കേട്ടോ. എന്നാൽ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അതിനെ തുടർന്ന് ജാസ്മിന്റെ ഫാദറായ ജാഫറിക്ക നമ്മുടെ സീക്രട്ട് ഏജന്റ് ആയ സായി കൃഷ്ണനോട് ബിഗ് ബോസ് ഷോയിലേക്ക് അകത്തേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു കാര്യങ്ങൾ സംസാരിച്ചു. കാരണം ഒരു ഫാദർ എന്ന നിലയ്ക്ക് ഒരു പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മകളോട് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യമാണ്. നിന്റെ വിവാഹം നിശ്ചയിച്ചു വെച്ചേക്കുക, നീ അകത്ത് പോയിട്ട് ഇങ്ങനെ എല്ലാം കളിക്കണ്ടെന്നുള്ള രീതിയിൽ ഒന്ന് സംസാരിക്കണം എന്ന രീതിയിൽ ഈ ഫാദർ സായി കൃഷ്ണനോട് സംസാരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ പോലും ഈ വിവി എന്ന വ്യക്തി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അത് പുറത്തേക്ക് വിടുകയും സായി കൃഷ്ണന്റെ വൈഫ് അതിനെ തുടർന്ന് ചോദ്യം ചെയ്യുകയും സായി കൃഷ്ണന്റെ വൈഫ് ആയിട്ടുള്ള സ്നേഹയ്ക്ക് ഒരുപാട് സൈബർ ബുള്ളിങ് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നത്തിനും പിന്നിൽ കളിച്ചത് ഈ വ്യക്തിയാണെന്നാണ് ഇപ്പോൾ സായി കൃഷ്ണന് പറയുന്നത്. അപ്പൊ സായി കൃഷ്ണന് പറയാനുള്ള കാര്യങ്ങളൂടെ നമുക്കൊന്ന് കേൾക്കാം. വിവിന്റെ കേസിൽ ഈ വിവി എന്ന് പറഞ്ഞ വ്യക്തി ജാസ്മിൻ ഇട്ട് കുത്താൻ ഉണ്ടായ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞത്. വിവിക്ക് കൃത്യമായിട്ട് ജാസ്മിനോട് ഒരു ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ പച്ചക്ക് ഞാൻ പറയും. കാരണം വിവി ആരവിനോട് പലപ്പോഴായിട്ട് പറഞ്ഞ ആരവിനോട് പറഞ്ഞിട്ടുണ്ട് അവന്റെ ആവശ്യം എന്താണ് അവൻ ജാസ്മിന്റെ ഒപ്പം നടക്കുന്നത്. എടാ ഉളുപ്പുണ്ടോ നിനക്ക്? ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. നീ പറയുന്നുണ്ടല്ലോ ജാസ്മിൻ അകത്ത് പോയിട്ട് ഗബ്രീന്റെ ഒപ്പം അങ്ങനെയായി, ഗബ്രീന്റെ ഒപ്പം ഇരുന്നു, ഇതൊക്കെ കാണിക്കാൻ പാടും കുടുംബ പ്രേക്ഷകർ കാണില്ല. അഫ്സലിന്റെ അവസ്ഥ, ഈ അഫ്സലും ജാസ്മിനും ഒരുപോലെ റിലേഷൻ ഉള്ളപ്പോഴാണ് കാദർബായിന്റെ കല്യാണത്തിന് നീ ജാസ്മിന്റെ ഒപ്പം ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് വന്ദേ ഭാരതിൽ ഉണ്ടാക്കി പോയത്. എന്തുകൊണ്ട് ആരവിന് ടിക്കറ്റ് എടുത്തില്ല? അതാണ് ഏറ്റവും അല്ല കണ്ടോണ്ടിരിക്കുമ്പോഴല്ല ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് അവന്റെ വിഷമങ്ങളെ കുറിച്ച് പറയുന്ന ഫ്രണ്ടിന്റെ കഥ പറയുന്നത്. അതായത് അഫ്സലിന് വേണ്ടി ഇപ്പൊ ഘോരഘോരം പുറത്തിറങ്ങുന്ന വിവി അഫ്സലും ജാസ്മിനും റിലേഷനിലുള്ള ടൈമായിരുന്നു കാദർബായിന്റെ കല്യാണം നടക്കണേ. അല്ല, ഇത് അഫ്സലിന് ഒരു അത് അഫ്സലിന് വേണ്ടിയാ പറഞ്ഞിരുന്നത്. ഇതേ വിവി
അന്ന് ജാസ്മിന്റെ ഒപ്പം ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് പോകാണ്ടായ കാരണം ആരവിനോട് പറഞ്ഞത് എന്തൊക്കെയാന്നുള്ളത് ആരവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് വശം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ സീക്രട്ട് ഏജന്റ് പറഞ്ഞ ഇതാണ്. സീക്രട്ട് ഏജന്റ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ പുള്ളിയുടെ വായിൽ നിന്ന് വീണ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഓരോരുത്തരും പറയുകയുണ്ടായി. ഇവർക്കെല്ലാം ഇടയ്ക്ക് നിന്ന് കോമൺ ആയിട്ട് കളിക്കുന്ന വ്യക്തി ഇദ്ദേഹമാണെന്നാണ്. അപ്പൊ ഇത്രയധികം എന്താ പറയാ, അഫ്സലിനെ സ്നേഹിക്കുന്ന, ഏറ്റവും അധികം സുഹൃത്തായ അഫ്സലിനെ സ്നേഹിക്കുന്ന വിവി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? ഇവരുടെ ഇടയ്ക്ക് നിന്ന് എന്തിനാ ബന്ധം കൊളമാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് ആർക്കും മനസ്സിലാകാത്തത്. അതുപോലെ തന്നെ വേറൊരു വ്യക്തിക്കും ഇതേക്കുറിച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനുണ്ട്. അത് ഇപ്പോഴങ്ങ് നടന്ന കാര്യങ്ങളല്ല, 1.5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അതും പുറത്തു വന്നിരിക്കുകയാണ്. അതുകൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. റോബിനാണെങ്കിലും ജാസ്മിനാണെങ്കിലും എല്ലാം ഷബീന ബീബി ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ കുറേ പേര് ഇവൻ്റെ ഇരകളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ റോബിനെതിരെ ഓരോ വീഡിയോകളും ഇല്ലെങ്കിൽ അതിൻ്റെ പല കാര്യങ്ങളും ചെയ്യുന്നത് എപ്പോഴും എന്നിൽ ഇഞ്ചക്ട് ചെയ്ത് വെക്കും. റോബിൻ അത് ചെയ്തു, ഇത് ചെയ്തു, നിൻ്റെ അമ്മ മുറ്റത്ത് കിടന്ന് കരഞ്ഞ് നെഞ്ചത്തടിച്ച് കരഞ്ഞത് ഓർമ്മയുണ്ടോ? ആ അമ്മ വീണ്ടും കരയണമെന്നാണ് റോബിൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ മരിച്ചുപോയി, നിൻ്റെ അച്ഛനെ കുറിച്ച് അവൻ എന്താ പറഞ്ഞത് നിനക്കറിയാവോ എന്നും പറഞ്ഞ് നമ്മളെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെ അത്രത്തോളം നമ്മളെ ഉള്ളിലോട്ട് വിഷം ഇഞ്ചക്ട് ചെയ്ത് വെച്ച് ഞാൻ റോബിനെതിരെ പല കാര്യങ്ങളും പറഞ്ഞ് പബ്ലിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈവൻ ശാലിച്ചേട്ടൻ്റെ അടുത്താണെങ്കിൽ ഇപ്പോൾ ശാലിച്ചേട്ടനും റോബിൻ തമ്മി എന്താ പ്രശ്നമെന്ന് പോലും എനിക്കറിയത്തില്ല. അതിൻ്റെ ഉള്ളിൽ കളിച്ച മൊത്തം വിവിയാണ്. കേട്ടല്ലോ, ഇതെന്താണ് ഞാൻ പറയുന്നത്? നമ്മുടെ ഡോക്ടർ റോബിൻ ഒരു സമയത്ത് വോമിറ്റ് ചെയ്തു, അത് പിന്നെ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ വരികയും അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതിനെല്ലാം പിന്നിൽ ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ഈ വിവി എന്ന വ്യക്തിയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും ഇടയ്ക്ക് നിന്ന് കളിക്കുന്നത് വിവി ആണെന്നാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. വിവിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു റെസ്പോണ്ടും കണ്ടിട്ടില്ല. വിവിയുടെ ചാനലൊക്കെ പോയി ഞാൻ നോക്കി, ഇതുവരെയും ഒരു വീഡിയോസ് പോലും കണ്ടിട്ടില്ല. ഇതിനൊരു മറുവശം ഉണ്ടാകും. ആ മറുവശത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും സത്യം പുറത്തു വരട്ടെ. നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നിടം വരെ ബൈ ബൈ.